ഞാൻ ഇന്നിവിടെ വെള്ളരിക്ക കൊണ്ട് ഒരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളോർക്കും പുളിശ്ശേരിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ? എന്നാൽ ഞാനിവിടെ ഉണ്ടാക്കുന്ന ഈ പുളിശ്ശേരിക്ക് വെറും 10 മിനിറ്റ് സമയം മതി കേട്ടോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. വെള്ളരിക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു വെള്ളരിക്ക എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അകത്തെ കുരുവൊക്കെ കളഞ്ഞ ശേഷം ചെറുതാക്കി കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കി ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇടയ്ക്ക് കഷ്ണങ്ങളൊക്കെ എടുത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഇനി നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെറുതാക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും കൂടെ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് ഒരു 3-4 ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളമാണ് കേട്ടോ ഇവിടെ ഒഴിച്ചത്. നിങ്ങളുടെ അടുത്ത് തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ 1/4 പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ ഇത് പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. ഞാൻ ആദ്യം തേങ്ങാപ്പാലൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇത്തിരി തേങ്ങാപ്പാൽ ചേർത്തോളൂ. തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് കേട്ടോ. ഞാൻ അതൊന്ന് വെള്ളത്തിൽ കലക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് നല്ല കട്ട തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ പുളിയുള്ള നല്ല തൈരാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്കറിയാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുകൊണ്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതൊന്ന് തിളയ്ക്കാറായി ചൂടൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ കടുക് താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ബാച്ചിലറായിട്ടുള്ള ആളുകളൊക്കെ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോ കേട്ടോ. ഇനി നിങ്ങൾക്ക് കുക്കറി വേവിക്കണ്ടെങ്കിൽ അല്ലാതെയും വേവിക്കാൻ കേട്ടോ. ഇതെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ വഴറ്റിയ ശേഷം ഉണ്ടാക്കാവേ. വെള്ളരിക്കയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുമ്പളങ്ങ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ.